PSC ഐഡിയാസിൽ ഇന്നത്തെ ടോപ്പിക്ക് ഹരിത വിപ്ലവമാണ്. PSC സിലബസ് പ്രകാരം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഹരിത വിപ്ലവം. ഇന്ത്യൻ എക്കണോമിക്സിലെ ഗ്രീൻ റവല്യൂഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം അറിയപ്പെടുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ആരാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടമായി കണക്കാക്കുന്നത് 1960-ൻ്റെ പകുതി മുതൽ 1970-ൻ്റെ പകുതി വരെയാണ്. 1-ാം ഘട്ടം എന്ന് പറയുന്നത് 1960-ൻ്റെ പകുതി മുതൽ 1970-ൻ്റെ പകുതി വരെയാണ് 1-ാം ഘട്ടം ഹരിത വിപ്ലവത്തിൻ്റെ. അതുപോലെ ഹരിത വിപ്ലവത്തിൻ്റെ 2-ാം ഘട്ടമായി കണക്കാക്കുന്നത് 1970-ൻ്റെ പകുതി മുതൽ 1980-ൻ്റെ പകുതി വരെയാണ്. ഏതൊക്കെയാണ്? 1970-ൻ്റെ പകുതി മുതൽ 1980-ൻ്റെ പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ 2-ാം ഘട്ടം കണക്കാക്കുന്നത്. ഹരിത വിപ്ലവത്തിന് തുടക്കമാവാൻ കാരണമായത് 1960-കളിൽ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ വർധനവുണ്ടാക്കി. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ 1945-ൽ ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. മെക്സിക്കോയാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് ആണ്. 1970-ലാണ് നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. ബോർലോഗ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക രംഗം. കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടതാണ് ബോർലോഗ് അവാർഡ്. ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യം ആണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പ്. ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പ്. കരിമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കല്യാൺ സോന, സോണാലിക. ഈ 2 എണ്ണമാണ് അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ. ഏതൊക്കെയാണ്? കല്യാൺ സോന, സോണാലിക. ഇവ രണ്ടുമാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ.
ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് അത്യുൽപാദന ശേഷിയുള്ള ഉപയോഗം, രണ്ടാമത്തേത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, മൂന്നാമത്തെ കാരണം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, നാലാമത്തെ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, അഞ്ചാമത്തേത് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, ആറാമത്തേത് കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, ഏഴാമത്തേത് കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ടോപ്പിക്കിൽ നോക്കാനുള്ളത് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും പോരായ്മകളുമാണ്. ആദ്യം നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു. സെക്കൻഡ് വൺ, ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. നാലാമത്തത്, ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഇത്രയുമൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളിൽ ഫസ്റ്റ് വൺ, ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. മൂന്നാമത്തേത്, ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. നാലാമത്തേത്, കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. അഞ്ചാമത്തേത്, പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അത്യുൽപാദന മേന്മയുള്ള വിളകൾക്കുണ്ടായിരുന്ന കീടാക്രമണ സാധ്യത. ഇതൊക്കെയാണ് പോരായ്മകളിൽ വരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളിൽ വരുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇത്രയുമാണ് ഹരിത വിപ്ലവത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.